നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ്. സംസ്ഥാനത്ത് ലഭിക്കുന്ന വിവിധ ആനുകൂല്യങ്ങളായിട്ടുള്ള PM കിസാൻ സമ്മാൻ നിധി, അതോടൊപ്പം തന്നെ 1600 രൂപ വീതമുള്ള സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ, ഇതോടൊപ്പം തന്നെ റേഷൻ ആനുകൂല്യങ്ങൾ, ഇവയ്ക്കെല്ലാം തന്നെ പൊതുവായിട്ട് സർക്കാർ സ്വീകരിച്ചിരുന്ന ഒരു പ്രധാന കാര്യമാണ് ഇലക്ട്രോണിക് KYC അല്ലെങ്കിൽ മസ്റ്ററിങ്. പെൻഷൻ ഗുണഭോക്താവ് അല്ലെങ്കിൽ ആനുകൂല്യം വാങ്ങുന്ന വ്യക്തി ജീവിച്ചിരിപ്പുണ്ട് എന്നും അതോടൊപ്പം തന്നെ തുടർന്നും ആനുകൂല്യങ്ങൾ വാങ്ങാൻ അർഹതയുണ്ട് എന്നും തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ആധാർ അധിഷ്ഠിത OTP സംവിധാനം അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് സംവിധാനത്തിലൂടെ ഇവിടെ ഒരു വേരിഫിക്കേഷൻ നിർബന്ധമാക്കിയത്. ഇത്തരത്തിലുള്ള പ്രധാന കാര്യങ്ങളെല്ലാം മാർച്ച് മാസം 31-ാം തീയതിയോടെ അവസാനിക്കുകയാണ്. ഇനി ആരെങ്കിലുമൊക്കെ റേഷൻ KYC ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ, BPL AY റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർ ചെയ്യാനുണ്ടെങ്കിൽ അവരത് പൂർത്തിയാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. ഇനി പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് പുതിയ മസ്റ്ററിംഗ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടില്ല. എങ്കിലും പെൻഷൻ കിട്ടാതെ വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർ ആ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ ആനുകൂല്യം ലഭിക്കുന്നതല്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ അക്ഷയ കേന്ദ്രങ്ങൾ വഴി എല്ലാ മാസങ്ങളുടെയും 20-ാം തീയതി വരെ സമയം സർക്കാർ അനുവദിച്ചിട്ടുള്ളതാണ്. ഇനി PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവരുടെ ഇലക്ട്രോണിക് KYC സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കണം. അത് പൂർത്തിയാക്കിയിട്ടില്ല എങ്കിൽ നമുക്കത് അറിയിപ്പായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെയുള്ളവർക്ക് അടുത്തുള്ള കോമൺ സർവീസ് സെൻ്ററിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ, അതല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോൺ വഴി ആധാർ അധിഷ്ഠിത OTP സംവിധാനത്തിലൂടെയും ഇത് പൂർത്തീകരിക്കാനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾ കാത്തിരുന്ന മാർഗ്ഗദീപം എന്ന് പറയുന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പ് 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ സർക്കാർ സ്കൂളിലും സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഇതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുമായിരുന്നത്. അപേക്ഷാ തീയതികൾ ഇപ്പോൾ വീണ്ടും നീട്ടിയിരിക്കുകയാണ്. അതുമാത്രമല്ല, വാർഷിക വരുമാന പരിധി 1 ലക്ഷം എന്നുള്ളത് അത് 2 ലക്ഷമാക്കി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ രക്ഷിതാക്കൾക്ക് ഇതിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നു. അവരുടെ മക്കൾക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക. മാർച്ച് മാസം 15-ാം തീയതി വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ സുവർണ അവസരം പാഴാക്കാതിരിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ വേണം. റേഷൻ കാർഡ്, ആധാർ കാർഡ്, അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക് ഡീറ്റെയിൽസ്, അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങളുടെ പ്രത്യേക സർട്ടിഫിക്കറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബോണസ് മാർക്കിന് വേണ്ടി അത്തരം രേഖകൾ, ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മൾ ഉള്ളടക്കം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു അവസരം പാഴാക്കാതിരിക്കുക. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ വിവിധ പോസ്റ്റ് ഓഫീസുകൾ വഴി, അതും ഹെഡ് പോസ്റ്റ് ഓഫീസുകൾ വഴിയൊക്കെ അപകട ഇൻഷുറൻസ് പരീക്ഷകൾക്ക് ആവശ്യക്കാർ ഏറുകയാണ്. 555 രൂപ എടുക്കാനുണ്ടെങ്കിൽ 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കുന്ന അപകട ഇൻഷുറൻസ് പോളിസികൾ ലഭ്യമാണ്. ഹെൽത്ത് പ്ലസ് പോളിസിയാണിത്. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന ആകസ്മികമായിട്ടുള്ള ഏത് അപകടങ്ങൾക്കും നമ്മളുടെ കുടുംബത്തിനും നമുക്കും ഒരു പ്രത്യേക പരിരക്ഷയാണ് ഈ ഇൻഷുറൻസിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. അതുമാത്രമല്ല, 18 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഇവിടെ ആളുകൾക്ക് പോളിസി ചേരുന്നതിന് വേണ്ടി സാധിക്കുന്നതുമായിരിക്കും. അപ്പോൾ ഇത്തരം പദ്ധതികളിലേക്ക് അപേക്ഷ വെക്കുന്നതിന് വേണ്ടി സാധിക്കുക. ഇനി അത്രയും തുകയില്ല എങ്കിൽ 5 ലക്ഷത്തിൻ്റെ പോളിസിയുമുണ്ട്. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ തുക എടുക്കാനുണ്ടെങ്കിൽ 15 ലക്ഷത്തിൻ്റെ പോളിസികൾ ലഭ്യമാണ്. മറ്റ് വിശദ വിവരങ്ങളെല്ലാം അടുത്തുള്ള ഹെഡ് പോസ്റ്റ് ഓഫീസുകളിൽ അന്വേഷിച്ചറിയുക. ഇത്തരത്തിലുള്ള ഇൻഷുറൻസുകൾ തീർച്ചയായിട്ടും എടുത്തു വയ്ക്കുന്നത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ നല്ലതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. ഇതുപോലെ വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.